പണ്ട് മുതലേ ഞങ്ങളോട് ഭയങ്കര എതിരാ, എന്റെ സ്വത്ത് വേണം എന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളിലെ നമുക്ക് വേറെ ആരോ ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ വരുത്തി തീർത്ത് നമ്മൾ എങ്ങനെയൊക്കെ ട്രാപ്പ് ചെയ്യാനുള്ള രീതിക്കാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഹോളിലും നമ്മൾ വെച്ചിട്ടുണ്ട്, അകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഓഫ് ചെയ്യുക. ആ നമ്മുടെ ചില ദിവസം നമ്മുടെ ഓഫ്ലൈൻ ആണെന്ന് കാണിക്കുക, അങ്ങനെ പിന്നെ റെക്കോർഡ് ആവാതിരിക്കും ഓഫ്ലൈൻ ആയ. പക്ഷെ ഓഫ്ലൈൻ ആണെങ്കിലും നമ്മുടെ എന്തോ ആ ആ ആ നമ്മുടെ CP+ന്റെ CP+ന്റെ ആണ് വെച്ചിരിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? ആ അല്ലല്ല, നോ സർ, DVR റെക്കോർഡില്ല. നമ്മൾ ഫോൺ ആപ്ലിക്കേഷൻ മാത്രമുള്ളതാണ്. പ്ലസ് നമ്മൾ അതിനകത്ത് നമ്മൾ ഇതിട്ടിട്ടുണ്ട്, നമ്മുടെ ഇത് എന്താ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. അതിൽ റെക്കോർഡ് ആയിക്കോളും. നമ്മൾക്ക് വേണ്ടതെല്ലാം നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ആ ആ യെസ് സർ. നമ്മൾ ക്ലൗഡിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ അതിന്റെ തന്നെ ഇതിലാണ്, നമ്മൾ മെമ്മറി കാർഡിലാണ് റെക്കോർഡ് ആവുന്നത്. നമ്മൾ വേണ്ട ഇതെല്ലാം നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ആണെന്നുള്ളതിനുള്ള സേവ് ചെയ്യുന്നുണ്ട്. ആ ആ അതെ അതെ സാർ. ചില ദിവസം അതുപോലെ തന്നെ നമ്മുടെ ചില ദിവസങ്ങളിൽ ഈ 0000 എന്ന് പറഞ്ഞാൽ 12 o'clock midnight മുതൽ പുതിയ ഡേ തുടങ്ങുമ്പം റെക്കോർഡ് ആവുന്നത്. അന്നേരം ഒരു 3 മിനിറ്റ് മുതൽ 3-4 മിനിറ്റ് ചില ദിവസങ്ങളിൽ റെക്കോർഡ് ആവത്തില്ല. അങ്ങനെ എന്നിട്ട് ഈ റെക്കോർഡിംഗ് പ്രീവിയസിലോട്ട് ഡേയിലോട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇവർ ഈ ഗ്യാപ്പ് ഉണ്ടാക്കുവാണ്. എന്തോ ആരോ ഇവിടെ വരുന്നെന്നുള്ളതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. ആ ആ ഇൻസ്റ്റോൾ ഇല്ല സർ, നമ്മുടെ ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് നമുക്ക് തന്നെ അറിയാവുന്ന നമുക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ തന്നെയാണ്. എന്തോ ഇല്ല, സെറ്റിങ്സിലൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലും സെറ്റിങ്സ് ഒന്നും ഒരു കുഴപ്പമില്ല, എല്ലാം കറക്റ്റാണ്. നമ്മൾ ഇതിനായി വാങ്ങിച്ച് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഒരിക്കൽ ഒരു ടെക്നീഷ്യനെ വെച്ച് കാണിച്ചിട്ട് അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറയുകയും ചെയ്തതാണ്. ആ ഒരു 3 ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അനൂന്ന് പറയുന്ന ടെക്നീഷ്യനെ ഇവിടുന്ന് അടുത്ത് വിളിച്ചിട്ട് കാണിക്കുകയും ചെയ്ത് അന്നേരം പറഞ്ഞ് ഇനി അത് ഉണ്ടാവത്തില്ല, കുഴപ്പമില്ല, അറിയാതെ ശരിയാക്കിയിട്ട് പോയതാണ്. അന്നേരം അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മളോട് പറഞ്ഞില്ല. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു, കുഴപ്പം കാണിക്കത്തില്ലാന്ന് വിചാരിച്ചു. ഇല്ല, നമ്മളോടൊന്നും പറഞ്ഞില്ല. ആ 10 മണി മുതൽ ഇങ്ങോട്ട് റെക്കോർഡ് ആയില്ല. നമ്മൾ ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ ഒരു ക്യാമറ മാത്രം എന്തോ മോഷൻ ഡിറ്റക്ടിങ് അല്ല നമ്മുടേത്. ഒരു ക്യാമറ ഫുൾ റെക്കോർഡിംഗ് ആണ്, മറ്റേ രണ്ടുമാണ് ഇത് മോഷൻ ഡിറ്റക്ട്. ബാക്കി ഈ ഒരു ഫോൺ ക്യാമറ ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓഫീസ് 3 ക്യാമറയുണ്ട്. അതിൽ ഒരെണ്ണം ഈ ഹോളിൽ ഇരിക്കുന്നത്, ഒരെണ്ണം അത് ഓഫ്ലൈൻ കാണിച്ചു. അങ്ങനെ നമ്മൾ ഓഫ്ലൈൻ കാണിച്ചാലും പണ്ടൊക്കെ റെക്കോർഡ് ആവുന്നത്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, അത് റെക്കോർഡ് ആവുന്നില്ല. അത് ഫുൾ അങ്ങ് ഇറേസ് ആക്കി കളയുവാണ്. എന്തോ ചെയ്യുന്നത് അറിയില്ല. വൈഫൈ ഉണ്ട് സാർ. വൈഫൈ ഫുൾ ടൈം ഓണാണ്. കേരള മിഷന്റെ ഫുൾ ടൈം ഓണാണ്. അതിന് യാതൊരു കംപ്ലൈന്റും ഇല്ലാത്തതാണ്. ഇവർ അതും ഇതിന്റെ ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചില സമയത്ത് നമ്മുടെ വീക്ക് ആക്കുക. പിന്നെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പ്രോസസിങ് ആയിട്ട് ഒത്തിരി പല നമ്മുടെ എല്ലാത്തിന്റെയും തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോണിനകത്ത് പല കളത്തരങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ എന്റെ കയ്യിലുണ്ട് നമ്മുടെ ലാപ്പ്. ഇപ്പൊ ഞാൻ വിളിക്കുന്ന നമ്മുടെ ലൊക്കേഷൻ തീർച്ചയായിട്ടും മോലവെട്ടിയമ്പലം ഇതാണല്ലോ കാണിക്കേണ്ടത്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബ് എന്റെ ചാനലുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ കളത്തരങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നതാണ്. കുന്നത്തൂര് എന്റെ ലാപ്പിൽ വെക്കുന്നതാണ്. എന്തോ യൂട്യൂബാണ് സാർ, യൂട്യൂബിന്റെ ചാനലാണ് എന്റെ ചാനല്. ഞാൻ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നത്. നമ്മൾ ഇത് സേവ് ചെയ്തിടുക, നമുക്ക് കോടതി കൊടുക്കണം. അന്നേരം നമുക്ക് കാണിക്കണമല്ലോ നമ്മൾ ഇവിടെ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് ഒക്കെ തെളിവ് വേണമല്ലോ. അതിനാണ് നമ്മൾ ഈ ചാനൽ ഉണ്ടാക്കിയത് തന്നെ. അതിന്റെ രീതിയിലാണ് നമ്മൾ ചാനൽ ഉണ്ടാക്കിയത്. നമ്മളെ നിരന്തരം ഉപദ്രവിക്കുക, നമ്മളെ ചീത്ത വിളിക്കുക എല്ലാം ഉണ്ട് അതിനകത്ത്. വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിപ്പോ. ഹലോ 1
വൺ മോർ തിങ് എന്തോ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ എന്നിട്ട് ഈ ഇങ്ങനെ ഓഫ് ചെയ്യുന്ന പല ദിവസങ്ങളിൽ നടന്നു. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കും, നമ്മുടെ ക്യാമറ ഓഫ് ആകുന്ന ചിലവരുടെ കാറ് അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാറ് വെളിയിൽ വന്ന് കിടക്കുക, കൊല്ലം രജിസ്ട്രേഷൻ കാറൊക്കെ വന്ന് വെളിയിൽ കിടക്കുക, അതിനകത്ത് ഒരു സ്ത്രീ ഇരിക്കുക. എന്നിട്ട് ഈ വരുന്നവരൊക്കെ അവരുടെ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വീട്ടിലോട്ടാണ് പോകുന്നത്, നമ്മുടെ വീട്ടിലോട്ടല്ല വരുന്നത്. എന്നിട്ട് നമ്മുടെ വീട് ഞാനാണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ അഭിനയിക്കുക, അങ്ങനെ ഭയങ്കര ഇതാണ്, ഇംപേഴ്സണേഷൻ നടത്തുകയാണ് ജോലി. നമ്മളെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലും പല പല കള്ളത്തരങ്ങൾ കാണിക്കാനുണ്ട്. അത് ഭയങ്കര ക്രൈമല്ലേ. എന്തോ എന്തോ നമ്മൾ കൊടുത്തിട്ടുണ്ട് സാർ, ഇനിയും നമ്മൾ കോടതിയിൽ കൊടുക്കാനാണ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, പിന്നെ നമ്മുടെ മുടി കൊഴിക്കുക ലേസർ വെച്ചിട്ട്, പിന്നെ ഈ സോണിക് സൗണ്ട് വെച്ചിട്ട് നമ്മുടെ പല രീതിയിൽ നമ്മുടെ തലയ്ക്കോട്ടൊക്കെ ഇങ്ങനെ അടിക്കുക. സാറിനറിയോ ഹവാന സിൻഡ്രോം എന്നൊക്കെ അറിയോ? സാറിനറിയോ എന്തോ എന്തോ സാർ ഹവാന സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് സാർ കേട്ടിട്ടുണ്ടോ? സാർ അങ്ങനെയൊക്കെയുള്ള ഇത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് നമ്മുടെ തലയുടെ താറ്റിലോട്ട് നമ്മുടെ പലയിടത്തോട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് ഈ സൗണ്ട് കൊണ്ട്. സൗണ്ട് വേവ്സ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് അറിയാമല്ലോ. ലേസർ എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി സ്റ്റോൺസിനെയൊക്കെ എന്താ പറയുക പൊടിക്കുന്ന സാധനമാണ്. ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നത് ഈ സൗണ്ട് വേവ് കൊണ്ട്. അതായിട്ടില്ലയോ അൾട്രാ സൗണ്ട്? അതുകൊണ്ടൊക്കെ നമ്മുടെ തലയ്ക്കടിക്കുക, നമ്മുടെ ബ്രെയിനും ഇഞ്ചുറി കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര നമ്മളെ പല രീതിയിൽ എങ്ങനെയെങ്കിലും കൊന്നിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ സ്വത്തുലേക്കുള്ള 46 സെന്റ് സ്ഥലമുണ്ട് അതവർക്ക് വേണം എന്നുള്ള രീതിയിലും അങ്ങനെ പല രീതിയിൽ നമ്മുടെ പുറകിൽ നടക്കുകയാണ്. കുറച്ച് ക്രിമിനൽ ഇത് നമ്മുടെ ഞാൻ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞില്ല, അതും നമ്മുടെ എന്റെ അച്ഛന്റെ മുതലുള്ള ശത്രുക്കളാണ് എന്റെ അച്ഛന്റെ വീട്ടുകാർ. ഇവര് അടുത്ത് കിടക്കുന്നവരാണ്. പണ്ട് മുതലേ ഭയങ്കര കേസ് വഴക്കുവാണ്. എന്തോ ആണാണ് സാർ. എന്റെ അമ്മ മുതലേ എന്റെ അമ്മയുടെ അല്ല എന്റെ അച്ഛന്റെ മുതൽ വഴക്കാളിയാണ് ഇപ്പൊ നമ്മളോട് തിരിഞ്ഞിരിക്കുകയാണ് കുറെ എണ്ണമായിട്ട്. ഭയങ്കര ശല്യം കൊണ്ട് തെറി വിളിക്കുന്നതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലാപ്ടോപ്പ് സാറിന്റെ ലാപ്ടോപ്പ് തുറന്ന സാറിന്റെ വീടിന്റെ ലൊക്കേഷൻ അല്ലേ കാണിക്കും, കുന്നത്തൂര്. പിന്നെ എനിക്കറിയാം ഞാൻ ഇവിടെ ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് ഇതിന്റെ പേര് സത്യത്തിൽ, അവിടെ സെയിം പാറ്റേൺ ആണ് ഇരുന്നത്. നമ്മുടെ മതിലിന്റെ നമ്മുടെ ഫ്രണ്ടിൽ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കുക, നമ്മള് അങ്ങനെ സാറിനോട് പറയാനാണെങ്കിൽ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഞാൻ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഇലക്ട്രോണിക് ഡയറിയാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സകല സംഗതികൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ശല്യമാണ്. ഇവരെന്താണ് ചെയ്തിരിക്കുന്നത് കോടതി കണ്ടുപിടിച്ചാൽ ഇവന്മാർ നമ്മൾ വേറെ കച്ചവടം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാക്കി ഈ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മൾ ഒരു വിസയ്ക്ക് കൊടുത്തു സാർ, അതും എല്ലാം ഇതാക്കി വർക്ക് വിസയ്ക്ക് കൊടുത്തത് വെജിറ്റൽ വിസയ്ക്ക് ഇവന്മാരെ അവരെ കൊണ്ട് കൊടുത്തിട്ട് നമ്മളെ റിജക്ട് ആക്കി നമ്മുടെ പൈസയൊക്കെ മോഷ്ടിക്കുന്ന ഭയങ്കര നമ്മുടെ ജോലിക്ക് പോകാൻ സമ്മതിക്കത്തില്ല. നമ്മൾ പോകുന്ന തവളച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക, സെക്ഷുവലി ആൾക്കാരെ കൊണ്ട് ഹരാസ് ചെയ്യിക്കാൻ നോക്കുക, അങ്ങനെ പല രീതിയിലുള്ള ശല്യമാണ്. ഞാനൊരു അഡ്വക്കേറ്റാണ്. നമ്മളിപ്പം എന്നും നമ്മളെ ഫോളോ ചെയ്യും ആൾക്കാർ, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കഴിക്കുന്ന ആഹാരം വരെയും കഴിക്കുന്ന സമയം അതിനനുസരിച്ചാണ് ഓരോന്നും. കഴിച്ച ഉടനെ പല പല രീതിയിൽ നമുക്ക് ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് വീർപ്പിക്കുക. സാറിന് അറിയാൻ പറ്റും ബ്ലോട്ടിംഗ് ഗ്യാസ് ഒക്കെ സാറിന് അറിയോ? ഇങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ മോഡേൺ ഫിലിംസിലൊക്കെ തന്നെ വരുന്നുണ്ട് ഈ നമ്മുടെ ഗ്യാസ് പോയിസണസ് ഗ്യാസ് അടിക്കുക. അതെല്ലാം നമ്മുടെ CCTV ഉണ്ട്. നമ്മുടെ CCTV രാത്രി ഇവരുടെ ഈ പോയിസണസ് ഗ്യാസ് ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം CCTV എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കുമല്ലോ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനറിയാമല്ലോ ഒരു CCTV എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതേസമയം എന്റെ ഇതിൽ ചില സമയത്തും ഇങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഇങ്ങനെ നമ്മുടെ വീടിന്റെ നേരെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, വേറെ ഒരു CCTV ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മളെല്ലാം സൂക്ഷിക്കുന്ന ഇതിനാണ്. കാരണം നമ്മൾ കേസ് കൊടുക്കുമ്പോൾ നമുക്ക് എവിഡൻസ് വേണമല്ലോ. എവിഡൻസ് ഇല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല സാറേ. പറ്റുമോ സാറ് പറ? ആ ആ ആ മുഖ്യമന്ത്രിയുടെ അവിടെ